Hi all, welcome to our online class. Anyway, in the last lecture we discussed about orbital quantum number AL, right? And today in this lecture we are going to discuss magnetic quantum number ML. Okay, actually in the previous lecture I give you a hint about this magnetic quantum number. Okay, I don't know whether you remember it or not. Okay, anyway, that is this. അതായത് നമ്മളിപ്പോൾ ആംഗുലാർ മൊമെന്റം ലീനിയർ മൊമെന്റം പോലെ തന്നെ എന്താണ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിനെന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട് അല്ലേ? അപ്പൊ യൂഷ്വലി നമ്മൾ ഇപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ നമ്മൾ കാണാം റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട് അല്ലേ? റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഫിംഗേഴ്സ് കേൾ ചെയ്താൽ, റൈറ്റ് ഹാൻഡിന്റെ ഫിംഗേഴ്സ് കേൾ ചെയ്താൽ നമ്മുടെ തമ്പ് പോയിന്റ് ചെയ്ത ഡയറക്ഷനാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദാ ഇങ്ങനെ കേൾ ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഫിംഗർ പോയിന്റ് ചെയ്ത യെസ്, ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, സോ എനിവേ ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ടാണ് ആര് റിവോൾവ് ചെയ്യുന്നത്? നിങ്ങളുടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇലക്ട്രോൺ ഇങ്ങനെ സർക്കുലർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിന് എന്തുണ്ട്, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഉണ്ട്, MVR, that we know. Okay, and that L is given by എന്തായിരുന്നു ഓർമ്മ? L is equal to root of L into the orbital quantum number L into L plus 1 square root ന്റെ പുറത്താണ് h കട്ട്. Okay, so this is the magnitude of angular momentum. Now what is the direction of that? ഇപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ ഇതാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ അല്ലേ? ബട്ട് ഞാൻ ചോദിക്കട്ടെ, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ ഇലക്ട്രോൺ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷന് എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളത്? ആ ഡയറക്ഷൻ കൊണ്ട് നമുക്ക് എന്താണ് ഇവിടെ ഒരു ഗുണം, അല്ല എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? റൈറ്റ്, അതാണ് നമ്മൾ ഇനി ശരിക്കും ശ്രദ്ധിക്കാൻ പോകുന്നത്. റൈറ്റ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ആലോചിക്കുന്നത് കൊണ്ടാണ്. വെറുതെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സ്പേസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ നമുക്ക് അവിടെ ഒരു യൂസ്ഫുൾ അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഭാഗമാണ് അപ്പ്, നമുക്ക് വേണമെങ്കിൽ പറയാം തലയുള്ള ഭാഗമാണ് അപ്പ് അല്ലേ? അല്ലാതെ ഏത് ഭാഗം ഉണ്ടാവും ഒന്ന് ആലോചിക്കണമെങ്കിൽ വലിയൊരു ബ്രോഡർ കൺസെപ്റ്റില് അപ്പ് സൈഡ് ഏത് ഡൗൺ സൈഡ് ഏത് എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് തിങ്. ഓക്കെ, അപ്പൊ അതുപോലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ ഇലക്ട്രോണിക് റിവോൾവ് ചെയ്യുമ്പോൾ അതിന്റെ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ളതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, or is there any relevance for that? Yes, definitely the direction of angular momentum has its relevance. Why? Let's discuss that. കാരണം വേറൊന്നുമല്ല, ഉദാഹരണത്തിന് ഇങ്ങനെ ഇലക്ട്രോൺ ഹൈഡ്രജൻ ആറ്റത്തിന് ചുറ്റും ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആംഗുലാർ മൊമെന്റം ഉണ്ട് അല്ലേ? ആൻഡ് ദാറ്റ് ഇലക്ട്രോൺ, ശ്രദ്ധിക്കേണ്ട കാര്യം അതാ, ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ ആണ് അല്ലേ? നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ചാർജ് ആണ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ചാർജ് സർക്കുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതൊരു കറണ്ട് ലൂപ്പാണ്. അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിൽ ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു കറണ്ട് ലൂപ്പാണ് അല്ലേ? ദാറ്റ് മീൻസ് കറണ്ട് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും അല്ലേ? അല്ലെങ്കിൽ ആ കറണ്ട് ലൂപ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്റ്റേണൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ ആ മാഗ്നറ്റിക് ഫീൽഡും നിങ്ങൾ എക്സ്റ്റേണലി കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും ഈ കറണ്ട് ലൂപ്പും തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഇന്ററാക്ട് ചെയ്യും. റൈറ്റ്, സോ തീർച്ചയായിട്ടും അപ്പോ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ആംഗുലാർ മൊമെന്റം ഉള്ള ഒരാള് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് എന്ത് ചെയ്യും? ചാർജ്, ഒരാളല്ല ചാർജ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡെഫിനറ്റ്ലി ഇന്ററാക്ട് ചെയ്യും. In that sense, the direction of angular momentum is important. Okay, to deal with that, we should go further into the problem. Okay, further deep into the problem. നമുക്ക് നോക്കാം. അതിനോട് ഇങ്ങനെ ആലോചിക്കുക. തൽക്കാലം ഞാനിവിടെ Z ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് Z ഡയറക്ഷൻ ആണ് എനിക്ക്, and my magnetic field is applied, B is applied in the Z direction. Okay, so അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, ഇലക്ട്രോൺ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ. ഇനി ഞാൻ ചെയ്യട്ടെ, ഇലക്ട്രോൺ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിലോ ഇതാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ അല്ലേ? സപ്പോസ് ഇലക്ട്രോൺ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിലോ
ഇതാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ അല്ലേ. സോ ഇതിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക? ഇനി അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ഇത് ന്യൂക്ലിയസ് ആണ് വിചാരിക്കും. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന് എങ്ങനെയുള്ള സർക്കുലർ പാത്തിൽ വേണമെങ്കിൽ റിവോൾവ് ചെയ്യാം അല്ലെ. ഒരു R0 ഫസ്റ്റ് ഓർബിറ്റിലാണെങ്കിൽ നമ്മൾ ഈ റേഡിയസിനെ വിളിച്ച പേരെന്താ? R0 അല്ലെങ്കിൽ A0 വെക്കാം, ബോർ റേഡിയസ് അല്ലെ. ആ റേഡിയസിലുള്ള ഓർബിറ്റിൽ കൂടെ ഇങ്ങനെ കറങ്ങാം, ഇനി ഇങ്ങനെ കറങ്ങാം അല്ലെ. എങ്ങനെ കറങ്ങിയാലും that doesn't make any difference for us. ഒരു സ്പേസിൽ നിങ്ങൾ ആലോചിക്കുക, ഒരു സ്പേസ് വേറൊന്നുമില്ല, ചുറ്റൊന്നുമില്ല, വെറും ഒരു സ്പേസിൽ ഇലക്ട്രോൺ ന്യൂക്ലിയസ് സിസ്റ്റം ഇങ്ങനെ കറങ്ങിയാലും അത് ഇങ്ങനെ കറങ്ങിയാലും ഒക്കെ നമുക്ക് ഒരുപോലെ ഉണ്ടാവും. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് ചോദിച്ചത്, ഈ ആംഗുലർ ഡയറക്ഷൻ എന്താ പ്രാധാന്യം ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും എങ്ങനെ വേണമെങ്കിൽ കറങ്ങാം. ഓക്കെ, സോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റില് ഈ എല്ലാ കറക്കവും ഇലക്ട്രോണിന് പോസിബിൾ ആണ്. ഓക്കെ, അതങ്ങനെയാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, റൈറ്റ്. അവിടെയാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ദി ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദിസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ML. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ്, ഇതിന് വേണ്ടിയിട്ട് ഇപ്പോ Z ഡയറക്ഷനിലാണ് എന്തുള്ളത്. ഇപ്പോ നമ്മൾ വരയ്ക്കാം, ഇതെല്ലാം വായിച്ചു. ഇതാണ് എന്റെ Z ആക്സിസ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് Z ഡയറക്ഷനിലാണ്. റൈറ്റ്, ഇനി സപ്പോസ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, this is the orbit of electron. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ആംഗുലാർ മൊമെന്റം ഉണ്ടാവുക ഈ ഡയറക്ഷനിലാണ്. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം L. ക്ലിയർ അല്ലേ? ഇലക്ട്രോൺ ഇങ്ങനെയാണ് ഓർബിറ്റ് ചെയ്യുന്നത്, ഇതാണ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ. അത് നമുക്ക് ഡൗട്ട് ഒന്നുമില്ല, ക്ലിയർ ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് Z ഡയറക്ഷൻ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ കൺസിഡർ ചെയ്യാൻ കാരണം അതെന്റെ റഫറൻസ് മാത്രമാണ്. ഓക്കെ, എനിക്കൊരു സ്പേസിൽ ഇങ്ങനെ റഫറൻസ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഡയറക്ഷൻ പറയണമെങ്കിൽ. ഓക്കെ, സോ ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ജസ്റ്റ് എ റഫറൻസ്. ഓക്കെ, അതൊക്കെ കുറച്ച് നേരം മനസ്സിലാവും. എനിവേ, അപ്പൊ ഇവിടെ ആംഗുലാർ മൊമെന്റത്തിനെ ഇതിന്റെ Z ഡയറക്ഷനിലേക്കുള്ള പ്രൊജക്ഷൻ നമ്മളിങ്ങനെ എടുത്താൽ മതി. അപ്പൊ ഇതാണ്, ഈ ലെങ്ത് ആണ് L എന്ന് പറയുന്ന ആംഗുലാർ മൊമെന്റത്തിന്റെ Z ഡയറക്ഷനിലേക്കുള്ള പ്രൊജക്ഷനിലെ കമ്പണന്റ്. അത് നമ്മൾ വിളിക്കുക LZ, വിളിക്കുക Z കമ്പണന്റ് ഓഫ് ആംഗുലാർ മൊമെന്റം അല്ലേ. അതാണ് ആര്, ഈ കാണിച്ചിരിക്കുന്ന ഭാഗം, അത് എത്രയാ, LZ ആണ്. ക്ലിയർ അല്ലേ? ആൻഡ് ദാറ്റ് LZ ഈസ് ഈക്വൽ ടു given by your magnetic quantum number ML h cut. Okay, ML ന്റെ വാല്യൂ എടുത്തുമ്പോഴായിരുന്നു ML equal to minus L2 plus L. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, 0 plus or minus 1 plus or minus 2 etc plus or minus L. ഓക്കെ, അങ്ങനെയാണ് എഴുതാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. സോ അപ്പോൾ തീർച്ചയായിട്ടും LZ ന്റെ വാല്യൂ ML h cut ആണ്. ഓക്കെ, അതായത് നമ്മൾ കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡ് Z ഡയറക്ഷനിലാണ്. ആ Z ഡയറക്ഷനിലുള്ള ആംഗുലാർ മൊമെന്റത്തിന്റെ കമ്പണന്റ് ആണ് ഇത് LZ. ഓക്കെ, റൈറ്റ്. ആൻഡ് ദിസ് ML ഡിറ്റർമൈൻ ദി ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, ആ ഒരു ഫിനോമിന നമ്മൾ വിളിക്കുക സ്പേസ് ക്വാണ്ടൈസേഷൻ. ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കേണ്ടവരറിയാം. നമുക്ക് ഒന്നുകൂടെ ഡീപ്പർ ആയിട്ട് നോക്കാം. നോക്കോളെ, നമ്മൾ ശരി ശ്രദ്ധിച്ചോളാം. റൈറ്റ്, ഞാൻ എൻ്റെ സെന്റൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അതായത് magnetic quantum number ML, okay, determines the direction of angular momentum, okay, by taking the component of angular momentum in the magnetic field direction. അതാണ് MLH cut LZ. okay, അപ്പോൾ ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലുള്ള എന്ത് കണ്ടിട്ട്, ആംഗുലാർ മൊമെന്റത്തിന്റെ കമ്പണന്റ് കണ്ടിട്ട് എന്ത് ഫിക്സ് ചെയ്യുന്നു, ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ആര് ഡിറ്റർമൈൻ ചെയ്യും, നിങ്ങളുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ML ഡിറ്റർമൈൻ ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾ Lന് പോസിബിൾ ആയ വാല്യൂസ് എത്രയാണ്, 0 കൊടുക്കാം, 1 കൊടുക്കാം, 2 കൊടുക്കാം, എക്സെട്ര n-1 വരെ പോവാം. 0 കൊടുത്താണ്, അപ്പൊ L ഈക്വൽ അല്ലേ, ഇപ്പോ സ്മോൾ l ഈക്വൽ ടു 0 implies angular momentum is 0. എത്ര വാല്യൂസ് ഉണ്ട്, ആംഗുലാർ മൊമെന്റം 0 ആയ ഒരു വാല്യൂ ആണത്. കറക്റ്റ് അല്ലേ? റൈറ്റ്. എന്ന് പറഞ്ഞാൽ ആ ഓർബിറ്റിന് എത്ര ഓറിയന്റേഷൻ ഉണ്ടാവും, ഒറ്റ ഓറിയന്റേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അതിന് പകരം ഞാൻ പറയട്ടെ, L equal to 1 ആണെന്ന് എഴുതി. L equal to 1 ആകുമ്പോൾ implies L equal to 1 implies എത്രയാണ് പറയും, L എത്രയാ
1 കൊടുത്താൽ 1 plus 1 2 root 2 h കട്ടാണ്. root 2 h കട്ട്. Now listen. ഇപ്പോൾ L 1 ആണെങ്കിൽ ml എത്രയാവാം? മൈനസ് L2 പ്ലസ് അല്ല. അപ്പൊ L 1 ആണെങ്കിൽ -1 0 + 1. അങ്ങനെയാണെങ്കിൽ L ന്റെ z കമ്പണന്റ് LZ ന് ഏതൊക്കെ വാല്യൂ വരാം? ml h കട്ട L 1 ആകുമ്പോൾ ml -1 ആവാം 0 ആവാം +1 ആവാം. കാരണം ml runs from -L to +L. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നമുക്ക് നോക്കാം. ml -1 ആണെങ്കിൽ LZ എത്രയാ? -h കട്ട്. ഇനി അല്ലെങ്കിലോ ml 0 ആണെങ്കിലോ 0 into h cut 0. ഇനി ml 1 ആണെങ്കിലോ 1 into h cut h cut. ഓക്കേ. അപ്പോൾ LZ ന് 3 വാല്യൂസ് കിട്ടും. റൈറ്റ്. ദാറ്റ് says L can have 3 different orientations in space. ഓക്കേ. അപ്പോൾ നേരത്തെ L 0 ആവുമ്പോൾ ആംഗിൾ അങ്ങോട്ട് 0 ആണ് അല്ലേ? L 0 ആണെങ്കിൽ ml എന്താണ്? ml എന്താണ്? 0 ആണ്. അപ്പോൾ എത്ര ഓറിയന്റേഷൻ? LZ 0 ആണ്. ദാറ്റ് മീൻസ് ഒറ്റ ഓറിയന്റേഷൻ, ഒറ്റ വാല്യൂ ഉള്ളൂ. പക്ഷേ L 1 ആവുമ്പോൾ LZ ന് 3 വാല്യൂസ് എന്ന് മനസ്സിലായി. അത് 3 ഓറിയന്റേഷൻ കിട്ടും. ഇനി ഞാൻ പറയട്ടെ, ഇപ്പോൾ L = 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആംഗിൾ ആവുമ്പോൾ എത്ര വരിക? 2 കൊടുത്താൽ 2 + 1 3 2 × 3 6 √6 h കട്ടാണ് ആംഗുലർ മൊമെന്റത്തിന്റെ പേര്. ടോട്ടൽ ആംഗുലർ മൊമെന്റം ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ഈസ് √6 h കട്ട്. ക്ലിയർ അല്ലേ? ഇനി L 2 ആവുമ്പോൾ ml ന് -2 -1 0 +1 +2 -L to +L വരെ പോസിബിൾ ആണ്. ശരിയല്ലേ? അപ്പോൾ 1 2 3 4 5 വാല്യൂസ് കിട്ടൂലേ? എന്തൊക്കെയാ? -2h കട്ട്, -h കട്ട്, 0 h കട്ട്, 2h കട്ട്. അങ്ങനെ 5 ഡിഫറെന്റ് ഓറിയന്റേഷൻസ് ആ ഓർബിറ്റിന് ഉണ്ടാവാം. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. അത് ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ചുകൂടെ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവും. ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ ചിത്രം ഇവിടെ വരയ്ക്കാം. ഇതാണ് നമ്മുടെ z ഡയറക്ഷൻ. ഇതാണ് നമ്മുടെ ചിത്രം. നോക്കണം നിങ്ങൾ. ഇപ്പോ ഞാൻ പറയാം L അതായത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ 2. അപ്പോൾ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ 2 ആകുമ്പോൾ ആംഗുലർ മൊമെന്റം √6 h കട്ടാണ്. L √6 h കട്ടാണ്. കാര്യം ക്ലിയർ ആവണേ. ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ 2 ആണ്. അതായത് നമ്മുടെ SP എന്ന് പറയുന്ന ഷെൽ. അതിന്റെ ടോട്ടൽ, ആ ഷെല്ലിന്റെ ടോട്ടൽ ആംഗുലർ മൊമെന്റം, നോട്ട് XYZ കമ്പോണന്റ്, ടോട്ടൽ ആംഗുലർ മൊമെന്റം എത്രയാണ്? √6 h കട്ടാണ്. ക്ലിയർ അല്ലേ? ഇനി ആ ഒരു ഓർബിറ്റിന്, ഷെല്ലിന് അതിന്റെ ഓറിയന്റേഷൻ എങ്ങനെയായിരിക്കും? അതാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിന് നമ്മൾ സഹായിക്കുന്നതാണ് നമ്മുടെ ML. നമുക്ക് നോക്കാം. ഇപ്പോൾ L 2 ആകുമ്പോൾ ML 1 2 3 4 5 വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ML 5 വാല്യൂസ് ഉണ്ട്, LZ ന് 5 വാല്യൂസ് ഉണ്ടാവും. കറക്റ്റ് അല്ലേ? അതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ML 0 ആകുമ്പോൾ 0 into h cut 0, LZ 0 ആണ്. മാഗ്നെറ്റിക് ഫീൽഡ് z ഡയറക്ഷനിലാണ്. ആ ഡയറക്ഷനിലുള്ള ഇതാണ് L എങ്കിൽ L ന്റെ പ്രൊജക്ഷൻ ആണ് നമ്മൾ LZ. കറക്റ്റ് അല്ലേ? ഇനി ml = -2 ആയിരിക്കും. അപ്പോൾ -2h കട്ട്. നമുക്ക് ml = -2 ആകുമ്പോൾ -2h കട്ടാണ് LZ അല്ലേ? അപ്പോൾ ഞാൻ പറയട്ടെ, -2h കട്ടാണ് LZ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓറിയന്റേഷൻ അല്ലേ? ഇങ്ങനെയാണ് എന്തെന്ന് ഓറിയന്റേഷൻ ഉള്ളത്. റൈറ്റ്. ആരുള്ളത്? ആ ഓർബിറ്റിന്റെ ഷെല്ലിന്റെ ഓറിയന്റേഷൻ ഇങ്ങനെയാണ്. ഇനി ഒരു പക്ഷേ ml = -1 ആണെങ്കിൽ ഓറിയന്റേഷൻ ഇങ്ങനെയാണ്. 0 ആണ് ഇത്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ഓറിയന്റേഷൻസ്. ബട്ട് യു കൻ സീ ദാറ്റ് എത്രല്ലേ പോസിബിൾ ഉള്ളൂ? 1 2 3 4 5. അപ്പോൾ L = 2 എന്ന് പറയുന്ന നമ്മുടെ SPL അത് പറയുന്നത് ആ ഓർബിറ്റിന്, L = 2 എന്ന് പറയുന്ന ഓർബിറ്റിന് ടോട്ടൽ ആംഗുലർ മൊമെന്റം √6 h കട്ടാണ്. മാഗ്നിറ്റ്യൂഡ് കിട്ടി. ആൻഡ് ഡയറക്ഷനോ ഇറ്റ് ക്യാൻ ഹാവ് 5 ഡിഫറെന്റ് ഓറിയന്റേഷൻസ്. എല്ലാ ഡയറക്ഷനും നമ്മൾ വിചാരിച്ചെന്താ ഇങ്ങനെയൊന്നല്ല, എങ്ങനെ വേണമെങ്കിൽ കറങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രോൺ ഇങ്ങനെ 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 ഏത് ഡയറക്ഷൻ, റൗണ്ടായി ഇങ്ങനെ ഏത് ഡയറക്ഷൻ എന്ത് ചെയ്യാൻ കറങ്ങാന്നാണ് വിചാരിച്ചത്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. എത്രയേ പറ്റുള്ളൂ? 1 2 3 4 5 പോസിബിൾ ഡയറക്ഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ വാട്ട്? അവർ മാഗ്നെറ്റിക് ക്വാണ്ടം നമ്പർ ML. ഓക്കെ, എന്ന് പറഞ്ഞാൽ എല്ലാ ഓറിയന്റേഷനും എല്ലാ ഡയറക്ഷനും പോസിബിൾ അല്ല. ഈ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് സ്പേസ് ക്വാണ്ടൈസേഷൻ. എല്ലാ ഓറിയന്റേഷനും പോസിബിൾ അല്ല, ഓൺലി സ്പെസിഫിക് ഓറിയന്റേഷൻസ് ആർ പോസിബിൾ. അതിനെ വിളിക്കുന്നത് സ്പേസ്. റിമെമ്പർ ദിസ് നെയിം, വെരി ഇമ്പോർട്ടന്റ്. എന്താണ്? സ്പേസ് ക്വാണ്ടൈസേഷൻ അല്ലേ? നിങ്ങൾ നോക്ക്, ഇതിനിടയിൽ ഒരു ഓറിയന്റേഷൻ ഉണ്ടോ? ഇലക്ട്രോണിന്റെ റൊട്ടേഷന് ഇല്ല.
ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഓറിയന്റേഷനേ ഉള്ളൂ, പിന്നെ ഇതേ ഉള്ളൂ. അതുപോലെ 1 2 3 4 5 ഓറിയന്റേഷനേ ഉള്ളൂ. റൈറ്റ്. ഒരു കാര്യം വ്യക്തമാണ്, LZ ഒരിക്കലും √6 ഇപ്പോൾ എല്ലിനേക്കാളും എല്ലിന്റെ ഒരു കമ്പണന്റ് മാത്രം LZ. അപ്പൊ എല്ലിന്റെ മേലെ ഓറിയന്റേഷൻ ഉണ്ടാവുമോ? LZ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതാ ഇപ്പോ ഇവിടെ 2h കട്ട് വന്നില്ലേ, ഞാൻ പറയാം. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെയാ കറങ്ങുന്നെങ്കിൽ ഇലക്ട്രോൺ ഇതാ ഇങ്ങനെയാ കറങ്ങുന്നെങ്കിൽ L ഇങ്ങനെ എഴുതുക അല്ലേ? അപ്പൊ എല്ലിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് അത് എല്ലിനേക്കാൾ കൂടും. റൈറ്റ്. അങ്ങനെ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പൊ ഒരിക്കലും ഫീൽഡിന് പാരലായിട്ട് എന്ത് ചെയ്യില്ല, ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യില്ല. ഓക്കെ, അത് ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. എനിവേ, എന്താണ് സ്പേസ് ക്വാണ്ടൈസേഷൻ എന്നുള്ളത് ക്ലിയർ ആണ്, ഉറപ്പല്ലേ? റൈറ്റ്. ഓക്കെ, ആരാ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓറിയന്റേഷൻ? നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. അതാണ് ഇവിടുത്തെ എന്തെന്ന് പ്രധാനപ്പെട്ട സംഗതി. ഓക്കെ, ഇനി ചെറിയൊരു കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യണം. റൈറ്റ്, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. Now, another important thing is this. അപ്പോൾ ഇലക്ട്രോണിന്റെ ന്യൂക്ലിയസിന് ചുറ്റുള്ള റൊട്ടേഷനെ പറ്റിയിട്ട് കുറച്ച് കാര്യം മനസ്സിലായി. ഇങ്ങനെ റൊട്ടേറ്റ് ആംഗുലർ മൊമെന്റ് ഉണ്ടാവും. അതിന്റെ ഡയറക്ഷൻ എല്ലാ ഡയറക്ഷനും പോസിബിൾ അല്ല. ദാറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ML, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. റൈറ്റ്. അങ്ങനെ എല്ലാ ഓറിയന്റേഷനും പോസിബിൾ അല്ലാത്തതുകൊണ്ട് സ്പേസിലെ ചെറിയ പെർട്ടിക്കുലർ ഓറിയന്റേഷൻ മാത്രമേ പോസിബിൾ ഉള്ളൂ. അതിവിടെ വിളിച്ചു സ്പേസ് ക്വാണ്ടൈസേഷൻ. ആ കാര്യം മനസ്സിലായി. ഇനിയും ഈ ഇലക്ട്രോണിന്റെ എന്താ പറയാ, ഈ ഓർബിറ്റെ കുറിച്ച് നമുക്ക് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയ ചില കാര്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്ര നാളും നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ ഒരു പ്ലെയിനിൽ സെൻട്രൽ ന്യൂക്ലിയസ്, പ്രോട്ടോൺ അല്ലല്ലോ ഹൈഡ്രജൻ അല്ലേ, ചുറ്റും ഇങ്ങനെ അനങ്ങാതെ കറങ്ങുന്ന ഇലക്ട്രോൺ, ആ കൺസെപ്റ്റ് ഒക്കെ മാറി അല്ലേ? ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇങ്ങനെ കറങ്ങാം, ഇങ്ങനെ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിൽ കറങ്ങാമായിരുന്നു. ബട്ട് എല്ലാം പോസിബിൾ അല്ല എന്നും, only specific orientations are possible and അത് ഡിറ്റർമൈൻ ചെയ്യുന്ന ക്വാണ്ടം നമ്പർ ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് മനസ്സിലായി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി ഒരു ഇപ്പോ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ 2 ആണെങ്കിൽ 5 ഓറിയന്റേഷൻ ഉണ്ട്. ഇനി അതിലും ചില കാര്യങ്ങളുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, an electron കറക്റ്റ് ഇങ്ങനെ ഒരു പ്ലെയിനിലാ XY പ്ലെയിനിലാ കറങ്ങുന്ന വിചാരിക്കും. ഓക്കെ, XY പ്ലെയിനിൽ കറങ്ങുവാണെങ്കിൽ ആംഗുലർ മൊമെന്റ് ഏത് ഡയറക്ഷനിലായിരിക്കും? Z ഡയറക്ഷനിലായിരിക്കും അല്ലേ? അപ്പൊ നോക്കണേ, കറക്റ്റ് കറങ്ങുന്നത് ഈ പ്ലെയിനിലാണ്. അങ്ങനെയാണെങ്കിൽ ആംഗുലർ മൊമെന്റിന്റെ ഡയറക്ഷൻ ഏതായിരിക്കും? നിങ്ങളുടെ Z ഡയറക്ഷൻ ആയിരിക്കും. അതിന് സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഡെൽറ്റ എക്സ് ഡെൽറ്റ പി, മൊമെന്റവും പൊസിഷനും സൈമിൾട്ടേനിയസ്ലി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയില്ല എന്ന് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. അത് വയലേറ്റ് ചെയ്യാൻ പാടില്ല. ആ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാൽ ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നെ ശ്രദ്ധിച്ചോളെ. അതായത് ഇവിടെ ഇപ്പോ ഇത് XY പ്ലെയിനിൽ കറങ്ങുന്നത് കൊണ്ട് അതിന്റെ ഇപ്പോ ഞാൻ പറയാം, ഇലക്ട്രോണിന്റെ കോർഡിനേറ്റ് നമുക്കത് XYZ കൊണ്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെങ്കിൽ അതിപ്പോ കറങ്ങുന്നത് XY പ്ലെയിനിലായതുകൊണ്ട് അതിന് Z കോർഡിനേറ്റ് ഉണ്ടാവോ? 0 ആണ്. ശരിയല്ലേ? അപ്പൊ Z കോർഡിനേറ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി ഇവിടെ ഉണ്ടോ? ഇല്ല. 0 അൺസർട്ടനിറ്റി ആണ്. എന്തുകൊണ്ട് 0 അൺസർട്ടനിറ്റി? ബിക്കോസ് ദാറ്റ് ഇലക്ട്രോൺ ഈസ് rotating over XY plane. So definitely its Z component is 0. അത് നമുക്ക് ഒരു അൺസർട്ടനിറ്റി ഇല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ട് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും അതിന്റെ Z കോർഡിനേറ്റിനെ പറ്റിയിട്ട്. അത് 0 ആണ്. അതിന്റെ വാല്യൂ എത്ര ഉണ്ടാവട്ടെ, ബട്ട് അത് കൃത്യമായിട്ട് പറയാൻ പറ്റും. 0യോ 2ഓ 3ഓ എത്ര ആവട്ടെ, ബട്ട് വി നോ 100% sure that its Z coordinate is 0 for XY plane അല്ലേ? അപ്പൊ ഈ ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിട്ട് uncertainty in Z coordinate change in അല്ലേ, അത് ഡെൽറ്റ Z കൊണ്ടാണ്. ദാറ്റ് ഈസ് 0. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിലെ അൺസർട്ടനിറ്റിയെ ഡെൽറ്റ LZ എന്ന് വിളിക്കാം, Z കമ്പോണന്റ് അല്ലേ? ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും ഒരുമിച്ച് പറയാൻ പറ്റില്ലല്ലേ എന്ന് നിങ്ങൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ഇത് കൃത്യമായിട്ട് ആരെ പറയാൻ പറ്റുന്നുണ്ട്? Z നെ പറ്റി പറയാൻ പറ്റില്ല. അതിന് അൺസർട്ടനിറ്റി 0 ആണ്. എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിൽ അൺസർട്ടനിറ്റി എന്തായിരിക്കണം? ഇൻഫിനിറ്റി ആയിരിക്കണം. കാരണം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു കോൺസ്റ്റന്റ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ് നമുക്ക് മനസ്സിലായത്. ഓർമ്മയിലെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലേ? അപ്പൊ ക്ലിയർ ആണ്.
ഇത്ര കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഒന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ അടുത്തത് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അതൊന്ന് മാത്തമാറ്റിക്കൽ പറഞ്ഞ എങ്ങനെയാ? ഇപ്പൊ സെറ്റിലുള്ള അൺസർട്ടനിറ്റി ഇല്ല, 0 ആണ്. കറക്റ്റ് പറയാം, 100% പറയാം അതിനെ പറ്റിയിട്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആ സെറ്റിന്റെ കറക്റ്റ് ആംഗുലാർ മൊമെന്റത്തിനെ പറ്റി അല്ലെ, സെറ്റ് കമ്പോണന്റ് ഓഫ് ആംഗുലാർ മൊമെന്റം നിങ്ങൾക്ക് എന്തായിരിക്കും? അതിനെപ്പറ്റി നിങ്ങൾക്ക് ഒന്നും പറയാനാവില്ല. ദാറ്റ് മീൻസ് അത് ഇൻഫിനിറ്റിലി അൺസർട്ടൈൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഡെൽറ്റ എൽസെറ്റ് എന്തായിരിക്കണം? ഏതാണ്ട് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യണം. ഓക്കെ, ഈസ് ഇറ്റ് പോസിബിൾ? ഇൻഫിനിറ്റ് അൺസർട്ടൈൻ ആവാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ഇലക്ട്രോണിന്റെ സെഡ് കമ്പോണന്റിൽ അൺസർട്ടൈനിറ്റി 0 അല്ല എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇങ്ങനെ ഒരു പ്ലെയിനിലല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു ഇങ്ങനെ 5 ഓറഞ്ച് അല്ലേ, 5 എന്നുള്ളത് L=2 വരുമ്പോഴാണ്, 3 ആവുമ്പോൾ അതിലും കൂടുതൽ വരും. ഓക്കെ, എനിവേ ശരിക്കും 2l+1 ഓറിയന്റേഷൻ ഉണ്ടാവും. 2 ആവുമ്പോൾ 2 × 2 4 + 1 5, 3 ആവുമ്പോൾ 6 + 1 7, അങ്ങനെ ഡിഫറെന്റ് ഓറിയന്റേഷൻ ഉണ്ടാവും. ആ ഓറിയന്റേഷൻ തന്നെ ഒരു പ്ലെയിനിലെല്ലാം നടക്കുന്നത്. ഓക്കെ, അപ്പൊ വീണ്ടും ഇലക്ട്രോണിന്റെ റൊട്ടേഷൻ എന്തായി? ഓർബിറ്റിംഗ് എന്തായി? കൺഫ്യൂസ്ഡ് ആയി അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയി. കാരണം എന്താ? നേരത്തെ നമ്മൾ വിചാരിച്ചത് ഓക്കെ ഒന്നിങ്ങനെ, രണ്ടെണ്ണം ഇങ്ങനെ, രണ്ടും താഴെ അല്ലേ, 5 ഓറിയന്റേഷൻ, L=2 5 ഓറിയന്റേഷൻ. ബട്ട് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, അതും ഒരു പ്ലെയിനിൽ ഇങ്ങനെ സ്റ്റേഷനറിലി അത് ഓർബിറ്റ് ചെയ്യാൻ സാധ്യതയില്ല അല്ലേ. അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചത്. ഇപ്പോൾ XY പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്തെങ്കിൽ അതിന്റെ ഡെൽറ്റ സെഡ് 0 ആണ്. കാരണം സെഡ് കമ്പോണന്റിനെ 100% ഡിറ്റർമൈൻ ചെയ്യാം. അപ്പോൾ സെഡ് കമ്പോണന്റ് ഓഫ് ആംഗുലാർ മൊമെന്റം നിങ്ങൾക്ക് ഒരു കാലത്തും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റരുത്. ഇൻഫിനിറ്റ്ലി എന്തായിരിക്കണം? അൺസർട്ടൈൻ ആയിരിക്കണം. ബട്ട് ഇൻഫിനിറ്റ് അൺസർട്ടൈൻ ഈസ് ഇമ്പോസിബിൾ. ഓക്കെ, അങ്ങനെ ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഡെൽറ്റ സെഡ് 0 ആവില്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതായത് ഇവിടെ നിങ്ങളൊരു നാണയം ഇട്ടുകഴിഞ്ഞാൽ അതിങ്ങനെ എന്താ പറയാ, ഇപ്പോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ അത് ഈ റൊട്ടേറ്റ് ചെയ്തോടൊപ്പം തന്നെ അതിങ്ങനെ ഒരു കോണിൽ റൊട്ടേറ്റ് ചെയ്യും അല്ലേ. ഞാൻ ഏതാണ്ട് ഒരു ചിത്രം ഇവിടെ വരച്ചു തരാം. നിങ്ങളുടെ സെഡ് ഇപ്പോ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തെങ്കിൽ ഇതാണ് L ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഇതൊരു കൃത്യമായ ഒരു പ്ലെയിനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇതാണ് L സെറ്റ്, ഇത് സെറ്റ് ആക്സിസ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ആവാം. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഓക്കെ ഇതൊരു പോസിബിൾ ആയ സംഗതിയാണ്. പക്ഷേ ഇങ്ങനെ തന്നെ എല്ലപ്പം നിൽക്കൂല. കാരണം ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ അതിന്റെ ഒരു മൊമെന്റം കമ്പോണന്റ് എന്തായിരിക്കും? ഇൻഫിനിറ്റിലി അൺസർട്ടൈൻ ആവും, അത് സാധ്യയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതി നിങ്ങളായിക്കോളെ തിരിച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിലോ തീർച്ചയായിട്ടും ഇതാണ് ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്ന ഓർബിറ്റ്. അപ്പൊ അതിന്റെ ആംഗുലർ മൊമെന്റം ഇതാണ്. ഇവിടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും സെയിം L സെറ്റാ. അപ്പൊ L സെറ്റ് വാല്യൂ സെയിം ആവുന്ന 2h കട്ടോ 1h കട്ടോ എന്താവട്ടെ, ഇതിപ്പോ 2h കട്ടാണെങ്കിൽ 2h കട്ട് ഉള്ള ഈ ഒരു ഓറിയന്റേഷൻ ഉണ്ടാവാം, ഇങ്ങനെ ഓറിയന്റേഷൻ ഉണ്ടാവാം. അത് മാത്രമേ പോസിബിൾ ഉള്ളൂ. ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാവാം അല്ലെ. ഇവിടുന്ന് പ്രൊജക്ഷൻ എടുത്താൽ കറക്റ്റ് 2h കട്ടില്. അപ്പോ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു കോൺ വരച്ചാൽ, ഇവിടുന്ന് എങ്ങനെ വരച്ചാലും നിങ്ങൾക്ക് L സെറ്റ് എത്രയായിരിക്കും? 2h കട്ടായിരിക്കും അല്ലെ. അപ്പൊ ഇലക്ട്രോൺ കറക്റ്റ് ഇങ്ങനെ ഓർബിറ്റിൽ റൊട്ടേറ്റ് ചെയ്യാം. അത് റൊട്ടേറ്റ് അനുസരിച്ച് ഒരു ഈ ഓറിയന്റേഷൻ നമ്മൾ നാണയമൊക്കെ ഇങ്ങനെ കളിക്കുന്ന പോലെ അല്ലെ. അങ്ങനെ എന്ത് ചെയ്യും? ആ ഒരു ഷേപ്പിലാണ് ഓർബിറ്റ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഒരു കോണിൽ എന്ത് ചെയ്യും? അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ ആദ്യം മനസ്സിലായ കാര്യം. ML ആണ് നമ്മൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതെങ്ങനെയാണ് മനസ്സിലായി? L വാല്യൂ അനുസരിച്ചിട്ട് ഡിഫറന്റ് എത്ര ഓറിയന്റേഷൻ ഉണ്ടാവുന്ന 2l+1. ഇപ്പൊ 1 ആണ് 3 ഓറിയന്റേഷൻ അല്ലെ, 2 ആണെങ്കിൽ 5 ഓറിയന്റേഷൻ. അത് മനസ്സിലായി. ഇനി അതും ഇതിപ്പോ ഇതാന്ന് വിചാരിക്കും 2h കട്ടാന്ന് വിചാരിക്കും. 2h കട്ടില ഈ ഒരു ഓറിയന്റേഷൻ മാത്രമേ പോസിബിൾ ഉള്ളൂ. അത് നമ്മൾ ആലോചിക്കാത്തോണ്ടാണ്. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ വെച്ചാൽ ഇവിടെ ഒരു 2h കട്ട് അല്ലേ. ഇനി ഇങ്ങനെ ഒരു കോണ് വരച്ചു കഴിഞ്ഞാൽ, ഒരു കുമ്പിൾ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ അവിടെ ഏത് ഭാഗത്തുള്ള ഏത് കോണിലേക്ക് നിങ്ങൾ വരക്കുന്ന ആംഗുലാർ മൊമെന്റ് എടുത്താലും അതിന്റെയൊക്കെ സെയിം L സെറ്റ് വാല്യൂ വരിക ആ കോണിലുള്ള ഏത് പോയിന്റിൽ അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഇലക്ട്രോണിന്റെ ഓർബിറ്റ് ഇപ്പൊ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന ഓർബിറ്റ് ആണ്. ഇത് സെഡ് ആക്സിസ്. ഇങ്ങനെ നിൽക്കുന്നതാണെങ്കിലും അത് ഇവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യും? ഒരു കോണിലാണ് എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഒരു കോണില് അതിന് പ്രിസിഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ കാര്യം ക്ലിയർ ആണല്ലോ. റൈറ്റ്, ഡ്യൂ ടു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത് നമുക്ക് മനസ്സിലായാൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. റൈറ്റ്, അപ്പൊ മറക്കരുത്
ഇലക്ട്രോണിന്റെ ഓർബിറ്റ് നമ്മൾ വിചാരിച്ച പോലെ അത്ര സിമ്പിൾ അല്ല. ഇറ്റ് ഈസ് സംതിങ് കോംപ്ലിക്കേറ്റഡ്. അത് എന്താ എൽ വാല്യൂ കൂടുന്നതനുസരിച്ചിട്ട് അതിൽ കോംപ്ലിക്കേഷൻസ് കൂടും, അത്രയേ ഉള്ളൂ. റൈറ്റ്. എനിവേ നോ പ്രോബ്ലം. ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് അംഗീകരിക്കുകയാണ്. ഇപ്പോൾ L=0 ആണെങ്കിൽ പോലും 0 കൊടുത്താൽ 2 0 0 1 ഒരു ഓറിയന്റേഷൻ ഉണ്ട് അല്ലേ? ഇതാന്ന് വിചാരിക്കും, ഇങ്ങനെ ഇതിങ്ങനെ നിൽക്കുമോ? അല്ലെ, ഇങ്ങനെ നിൽക്കാൻ പറ്റൂല. ഇപ്പോൾ വേണ്ട, L= ഞാൻ 0 കൊടുത്താൽ എത്ര കിട്ടും? 1 കിട്ടും. അപ്പൊ ഈ ഒരു ഓറിയന്റേഷൻ കറസ്പോണ്ടിങ് ടു ഇതാന്ന് വിചാരിക്കും. ഇതും നമുക്ക് മനസ്സിലായി. ഇങ്ങനെ നിൽക്കാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അൺസർട്ടൻ പ്രിൻസിപ്പിൾ കാരണം ഇതെന്ത് ചെയ്യണം? ഒരു കോണില് അല്ലെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് സെറ്റ്, ഇതാണ് എൽ സെറ്റ്. എൽ സെറ്റ് മാറാതെ ഇതെന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങനെ വരാം അല്ലെ, തിരിച്ച് ഇങ്ങനെ വരാം. റൈറ്റ്. അപ്പോൾ ഇതാണ് ആംഗിൾ ആവുന്ന വരിക, വീണ്ടും എൽ സെറ്റ് സെയിം ആവും. അങ്ങനെ എന്ത് ചെയ്യാം? ഒരു കോണിൽ മൊത്തം അത് മാറാം. റൈറ്റ്. പക്ഷെ അങ്ങനെ മാറിയാൽ എൽ സെറ്റ് സെയിം ആണ്. ഓക്കെ, എം എൽ വാല്യൂസിനും ചേഞ്ച് ആയി പോകുന്ന പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ കാര്യം ക്ലിയർ ആണല്ലോ. നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക. ഏത് മോഡേൺ ഫിസിക്സ് ബേസ് ആണ്, അതിനകത്താണ് ഇത് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ വിശാലമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആ സ്പേസ് ക്വാണ്ടൈസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുവാണ്. ഇത്രയാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉള്ളത്. ബാക്കി നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഇനി പാഠത്തിൽ ചെറിയ 1-2 ടോപ്പിക്കുകളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, so see you in the next class. Thank you.